ഹൈടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒരു ബാത്റൂം പ്ലംബിങ്ങിന്റെ അളവുകളും കാര്യങ്ങളും ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ബാത്റൂമിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹോട്ട് വാട്ടറിന്റെയും കോൾഡ് വാട്ടറിന്റെയും പ്ലംബിംഗ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സോളാറിന്റെ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നോർമൽ വാട്ടർ ഹീറ്ററിന്റെ ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഷവറിന് ചെയ്തിട്ട് ഡൈവേർട്ടർ ആണ്. അപ്പോൾ ഡൈവേർട്ടറിന്റെ നമ്മുടെ സ്റ്റാൻഡേർഡ് അളവ് 1.20 ആണ്. ഫ്ലോർ ലെവലിൽ നിന്ന് നമ്മുടെ ഡൈവേർട്ടറിന്റെ മുകളിൽ 1.20 ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മുടെ ഷവറിന്റെ അളവ് 220 സെന്റിയിലാണ് നമ്മൾ ഷവർ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതിന്റെ സ്പൗട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 75 സെന്റിയിലാണ്. അത് നമ്മുടെ ഫ്ലോർ ലെവൽ കഴിഞ്ഞ് നമുക്കൊരു 70 സെന്റി ആയിട്ട് നമുക്ക് സ്പോട്ട് കിട്ടും. സ്പോട്ട് നമ്മൾ വല്ലാണ്ട് ഉയരത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ വേസ്റ്റ് ട്രാപ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മുടെ പരിക്കനും അതുപോലെ തന്നെ ഗ്രൗട്ടും ഇതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ സൈറ്റിലും ഇതുപോലെ ക്ലോസ് ചാക്ക് അതുപോലത്തെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ടൈൽ ഒട്ടിക്കാൻ വരുന്നവർ അതിലേക്ക് ഗ്രൗട്ട് കാര്യങ്ങൾ ഇറങ്ങിയിട്ട് ബ്ലോക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നീട് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഒരു ഹാഫ് പെഡസ്റ്റൽ ബേസിനുള്ള പോയിന്റ് ആണ്. അത് നമ്മൾ ഫ്ലോറിൽ നിന്ന് 55 സെന്റിയാണ് അതിന്റെ സെന്ററിലേക്കുള്ള ഹൈറ്റ് വരുന്നത്. 55 സെന്റിയിൽ നമ്മളെ ബേസിന്റെ പോയിന്റ് ഇട്ടുണ്ട്. അതിന്റെ ടോപ്പിലായിട്ട് നമ്മുടെ വാട്ടറിന്റെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ പീസ് ഷൂട്ട് ക്ലോസറ്റിനുള്ള പൈപ്പാണ് ഇട്ടിട്ടുള്ളത്. അതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ക്ലോസറ്റിന്റെ ബാക്ക് ചുമരിൽ നിന്ന് 13 ഇഞ്ചാണ് നമ്മളുടെ ക്ലോസറ്റിന്റെ സെന്ററിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു HF പോയിന്റും അതുപോലെ തന്നെ ഫ്ലഷ് ടാങ്കിന്റെ പോയിന്റും ചെയ്തിട്ടുണ്ട്. ക്ലോസറ്റിന്റെ സൈഡ് ചുമരിൽ നിന്ന് 4 ഇഞ്ച് പൈപ്പിലേക്ക് 19 ഇഞ്ചാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടൈൽ ഒട്ടിക്കൽ കഴിഞ്ഞാൽ നമുക്കൊരു 18 ഇഞ്ച് സെന്ററിലേക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ പ്ലംബിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റുകൾ നല്ല രീതിയിൽ നമുക്ക് ഇതാണ് സിമെന്റ് ഉപയോഗിച്ച് ഇതൊരിക്കലും അളകാൻ പാടില്ല. നല്ല എന്താ വെച്ചാൽ ടൈലര് ചെയ്യുമെന്ന് വെച്ചിട്ട് നമ്മൾ പോവും, പക്ഷെ ടൈലര് അവർ ജസ്റ്റ് ഗ്രൗട്ട് അതിലേക്ക് കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ചെയ്ത വർക്കുകളെല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് സിമെന്റ് നല്ല രീതിയിൽ അളകാത്ത രൂപത്തിൽ സെറ്റ് ചെയ്യുന്നു. ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സൈഡിൽ നിന്ന് നമ്മുടെ ഡൈവേർട്ടറിന്റെ സെന്ററിലേക്ക് മിനിമം ഒരു 50 സെന്റിയെങ്കിലും നമുക്ക് വെക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ കൈകാലുകൾ പൊക്കുന്ന സമയത്ത് നമുക്ക് ചുമരിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സ്പേസ് ഉള്ള കാരണം നമ്മൾ 60 സെന്റിയാണ് വിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പൈപ്പ് CPVC 3/4 ഇഞ്ച് 11 SDR പൈപ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പുറത്തുനിന്നുള്ള ഒരു സോളാറിന്റെ പൈപ്പ് കൂടെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമൽ ഒരു ഹോട്ട് വാട്ടറിന്റെ ട്യൂബും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോളാറ വെക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് കോക്ക് ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ സാധാ നോർമൽ ഹീറ്റർ വെക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് പുറത്ത് എൻഡ് ക്യാപ്പ് ഇട്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. പലരും പല രൂപത്തിലാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.